വ്യത്യസ്തമായ ഭാഷയും വേഷവും സംസ്കാരങ്ങളും ഒന്നിക്കുന്ന ഹൃദ്യമായ കാഴ്ചകളാണ് സൗദിയിലെ ഇഫ്താർ ടെന്റുകളിൽ. ദമാമിലെ ജവാസാദ് ഗ്രൗണ്ടിലെ ഇഫ്താർ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമാവുകയാണ്. ഇത് ദമാമിലെ ജവാസാദ് ഗ്രൗണ്ടിലെ ഇഫ്താർ ടെന്റ്. ഇവിടെ ഓരോ ദിവസവും 6000-ലധികം ആളുകളാണ് നോമ്പ് തുറക്കാനെത്തുന്നത്. കഴിഞ്ഞ 16 വർഷമായി സൗദി മതപ്രബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നോമ്പുതുറ ഒരുക്കുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം സ്വന്തം ഭാഷയിൽ മതപരമായ അറിവുകളും ഇവിടെ നിന്നും ലഭിക്കുന്നു. അറബി, മലയാളം, ഹിന്ദി, ഉറുദു, നേപ്പാൾ, ബംഗാളി, ഫിലിപ്പിനോ, ഇന്തോനേഷ്യ തുടങ്ങിയ ഭാഷകളിൽ പ്രത്യേകം കൂടാരങ്ങളിൽ ഉത്ബോധന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വിവിധ തരം പുസ്തകങ്ങളും ഈ കൂടാരങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കും. പഴങ്ങളും ജ്യൂസും മോരും തൈരും കപ്സയും അടങ്ങുന്ന സമൃദ്ധമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം പൊതികളായും വിഭവങ്ങൾ നൽകുന്നുണ്ട്. 6000-ഓളം ആളുകൾ ദിനംപ്രതി ഇവിടെ നോമ്പ് തുറക്കാരായി എത്തുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് നോമ്പ് തുറയോടൊപ്പം ഇസ്ലാമികമായ വിജ്ഞാനങ്ങളും അതേപോലെ തന്നെ നിയമനിർദ്ദേശങ്ങളും പഠിപ്പിക്കുക. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ വ്രതമാസകാലത്തിലെ ശക്തമായ ചൂട് പരിഗണിച്ച് ശീതീകരണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആളുകളുടെ സൗകര്യം കണക്കിലെടുത്ത് പുതുതായി നിരവധി ഇഫ്താർ ടെന്റുകളും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ദമാം. 18ാമത് ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. റമദാന്റെ ദിനരാത്രങ്ങളെ ഭക്തിസാന്ദ്രമാക്കി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 86 മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഖുർആൻ പാരായണ മത്സരമാണിത്. ഖുർആന്റെ മഹത്തായ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആരംഭിച്ചതാണ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡ്. ഖുർആൻ മനപ്പാഠം, പാരായണം, വ്യാകരണശുദ്ധി, മികച്ച ശബ്ദം എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുക. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നായി 86 മത്സരാർത്ഥികൾ 18ാമത് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിലേക്ക് മത്സരിക്കാനെത്തിയിട്ടുണ്ട്. 2.5 ലക്ഷം UAE ദിർഹം സമ്മാനത്തുകയുള്ള അവാർഡാണ് 1ാം സ്ഥാനക്കാരന് ലഭിക്കുക. മത്സരത്തിലെ പ്രാഥമിക റൗണ്ടുകൾക്ക് ഇന്ന് രാത്രി തുടക്കമാവും. ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് ഇടിയങ്ങരയിലെ അൽ മർക്കസുൽ ഫാറൂഖിലെ വിദ്യാർത്ഥി ഹാഫിൽ റാഷിദാണ് എത്തിയത്. ലോകമുടനീളമുള്ള ഖുർആൻ പഠിതാക്കളെയും ഇസ്ലാമിക പണ്ഡിതരെയും ദുബൈയിലേക്ക് ആകർഷിക്കുന്ന ഹോളി ഖുർആൻ അവാർഡ് പരിപാടി മുൻവർഷത്തേക്കാളും സജീവമായാണ് നടക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഖുർആൻ അടിസ്ഥാനമായ വിവിധ വിഷയങ്ങളിലുള്ള പ്രത്യേക ക്ലാസുകളും നടക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. കരിപ്പൂർ ജിദ്ദ വിമാനത്തിലെ യാത്രക്കാരിൽ നിന്ന് എയർ ഇന്ത്യ അധിക ചാർജ് ഈടാക്കുന്നു. താഴ്ന്ന ക്ലാസ്സിലുള്ള സീറ്റുകൾ നൽകാതെ എയർ ഇന്ത്യ പിടിച്ചുവെക്കുകയാണ്. ഇതുമൂലം കൂടിയ നിരക്ക് നൽകി ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് ഉംറ തീർത്ഥാടകർ അടക്കമുള്ള യാത്രക്കാർ. യാത്രക്കാരുടെ എണ്ണം കുറയുമ്പോൾ യാത്രാക്കൂലി കുറയുന്നതാണ് വിമാനയാത്രാ മേഖലയിലെ നടപ്പുരീതി. കരിപ്പൂർ ജിദ്ദ എയർ ഇന്ത്യ വിമാനത്തിലെ നിരക്കാകട്ടെ ഇതിന് കടകവിരുദ്ധവും. 420 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ വിമാനം പകുതി സീറ്റുകൾ ഒഴിച്ചിട്ടാണ് സർവീസ് നടത്തുന്നത്. 41,000 മുതൽ 45,000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഈ നിരക്കിനേക്കാൾ 8,000 രൂപ കുറച്ച് സൗദി എയർലൈൻ സർവീസ് നടത്തുമ്പോഴാണ് എയർ ഇന്ത്യയുടെ ഈ കൊള്ള. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഔട്ട് ഗോയിങ് കാലിയാണ് ഫ്ലൈറ്റ്. ഇൻകമ്മിങ് റംസാൻ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ഫുള്ളാണ്. സൗദി എയർലൈൻസ് ഇപ്പം 38,600 ഒരു റേറ്റിലാണ് കൊണ്ടുവന്നത് കംപ്ലീറ്റ്. നേരെ മറിച്ച് എയർ ഇന്ത്യ കൊണ്ടുവന്നത് 42 മുതൽ 45 വരെ റേറ്റ് ഇട്ടിട്ടാണ് എയർ ഇന്ത്യ കൊണ്ടുവന്നത്. കരിപ്പൂരിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർക്ക് താഴ്ന്ന ക്ലാസ്സിൽ ടിക്കറ്റ് നൽകാൻ പോലും എയർ ഇന്ത്യ തയ്യാറാകുന്നില്ല. താഴ്ന്ന ക്ലാസ്സിൽ ഇഷ്ടം പോലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഈ സ്ഥിതി. സീറ്റ് അവൈലബിൾ ആയിട്ട് പോലും, സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് അവൈലബിൾ ആയിട്ട് പോലും ഈ ഫെയർ വളരെ ഹൈ ആയിട്ടാണ് ഇത്തരം യാത്രക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ജിദ്ദയിലേക്കുള്ള യാത്രക്കാരിൽ നിന്നും കൂടിയ നിരക്ക് ഈടാക്കുന്നത് മൂലം പലരും യാത്ര ഒഴിവാക്കുകയോ മറ്റു എയർലൈനുകളെ ആശ്രയിക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മീഡിയ 1 കോഴിക്കോട്. നിലവിലെ ഷോപ്പിംഗ് മാൾ സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുന്ന മാൾ ഓഫ് ദി വേൾഡ് പദ്ധതിക്ക് ദുബായിൽ തുടക്കമായി. ലോകത്തെ ആദ്യ താപനില നിയന്ത്രിത ഷോപ്പിംഗ് മാളാണ് ഇത്. പരമ്പരാഗത ഷോപ്പിംഗ് മാൾ സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുന്ന മാൾ ഓഫ് ദി വേൾഡ് പദ്ധതിക്ക് ദുബായിൽ തുടക്കമായി. ദുബായ് ഷെയ്ഖ് സായിദ് റോഡരികിൽ നിർമ്മിക്കുന്ന ലോകത്തെ ആദ്യ താപനില നിയന്ത്രിത ഷോപ്പിംഗ് മാൾ പദ്ധതിക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തുടക്കം കുറിച്ചു. 48 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പദ്ധതിയിൽ ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ, ഏറ്റവും വലിയ ഇൻഡോർ തീം പാർക്ക് എന്നിവയും ഉൾപ്പെടും. നിരവധി ഹോട്ടലുകളും ആശുപത്രികളും ഇതോടനുബന്ധിച്ച് നിർമ്മിക്കും. ദുബായ് ഹോൾഡിംഗിനാണ് പദ്ധതി നടത്തിപ്പിന്റെ ചുമതല. 8 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഷോപ്പിംഗ് മാളാണ് പദ്ധതിയുടെ പ്രത്യേകത. നീളമേറിയ തെരുവിന്റെ മാതൃകയിലായിരിക്കും ഇത് നിർമ്മിക്കുക. തെരുവിന്റെ ഇരുവശവും റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാകും. താപനില നിയന്ത്രിക്കാൻ വേനൽക്കാലത്ത് തെരുവുകൾ ചില്ലുകൂടുകൊണ്ട് മൂടും. തണുപ്പ് കാലത്ത് തുറന്നിടും. ഫലത്തിൽ വർഷം മുഴുവനും സുഖകരമായ അന്തരീക്ഷത്തിൽ ഷോപ്പിംഗ് അനുഭവം ലഭ്യമാവും.
ആരോഗ്യ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ആശുപത്രികളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായുള്ള കേന്ദ്രങ്ങളും ഇതോട് അനുബന്ധിച്ചുണ്ടാവും. ഇതിന്റെ ഭാഗമായി 20,000 ഹോട്ടൽ മുറികളും പുതുതായി നിർമ്മിക്കും. വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതി പൂർത്തിയാവുമ്പോൾ പ്രതിവർഷം 180 ദശലക്ഷം വിനോദസഞ്ചാരികൾ മാൾ ഓഫ് ദി വേൾഡിലെത്തുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. മീഡിയ 1 ദുബായ്. 2014 ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മാധ്യമ വ്യക്തിത്വമായി അൽ ജസീറ ചാനലിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ ഫൈസൽ അൽ ഖാസിമിനെ തെരഞ്ഞെടുത്തു. ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസാണ് ഡോക്ടർ ഫൈസലിനെ തെരഞ്ഞെടുത്തത്. റമദാനിൽ ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ചു വരാറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷ ഈ മാസം 18-ന് നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 11-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഇസ്ലാഹി സെന്റർ ഭാരവാഹികൾ അറിയിച്ചു. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് 2 പതിറ്റാണ്ട് തികയുന്നു. മരിച്ച് 20 വർഷമായിട്ടും വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു സ്മാരകം നിർമ്മിക്കാൻ കഴിയാത്ത സങ്കടത്തിലാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ. പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖിയും തുടങ്ങി നിത്യഹരിതങ്ങളായ നിരവധി കൃതികൾ വായനാ സമൂഹത്തിന് നൽകിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ കടന്നുപോയത്. വ്യാകരണവും ഭാഷാ നിയമവുമെല്ലാം തെറ്റിച്ച് ബഷീർ എഴുതിയതും പറഞ്ഞതുമെല്ലാം പൊന്നായി മാറി. മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ ഗ്രാമഫോൺ കേട്ടിരിക്കുന്ന ബഷീറിന്റെ ചിത്രം ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ബഷീർ മണ്ണോട് ചേർന്ന് 20 വർഷങ്ങൾ പിന്നിടുമ്പോഴും മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന എഴുത്തുകാരൻ ബഷീർ തന്നെയാണ്. ബഷീറുമൊത്തുള്ള ജീവിതം ഇന്നലെ നടന്നതെന്ന പോലെയാണ് ഫാബി ബഷീർ ഓർക്കുന്നത്. ഒരു ശാന്തനായ മനുഷ്യനാണെന്നല്ലേ അദ്ദേഹത്തിനെ പറ്റി പറയാം, അല്ലേ? ഏത് പാവങ്ങളോടും ദയ കാണിക്കും. ലക്ഷക്കണക്കിന് വായനക്കാരുടെ മനസ്സിൽ ജീവിക്കുന്ന ബഷീറിന് പക്ഷേ ഒരു സ്മാരകം ഇപ്പോഴുമായിട്ടില്ല. അതിൻ്റെ സങ്കടം കുടുംബക്കാർക്കുമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു സ്മാരകം വരണം. പിന്നെ നമ്മൾ ഈ വീട് തന്നെ നമ്മൾ സ്മാരകമാക്കി, നമ്മൾ താമസിച്ചുകൊണ്ട് തന്നെ ഒരു പറയാതെ തന്നെ ഞങ്ങളൊരു സ്മാരകമാക്കി വച്ചിരിക്കുകയാണ്. ബഷീറിന്റെ രചനകൾ പോലെ തന്നെ ജീവിതവും മലയാളിക്ക് ചിരപരിചിതമാണ്. ബഷീർ പിരിഞ്ഞുപോയിട്ട് 20 വർഷമായെന്ന് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ പ്രയാസവുമാണ്. മീഡിയ 1 കോഴിക്കോട്. വ്രതശുദ്ധിയുടെ നാളുകൾ. നോമ്പുതുറ സമയം അറിയിക്കാനുള്ള അറബികളുടെ പാരമ്പര്യ രീതിയായ പീരങ്കി വെടി കാണാനായി ഖത്തറിലെ ഗ്രാൻഡ് മോസ്കിലെത്തുന്നത് നിരവധി പേരാണ്. ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഇവർക്കായി നോമ്പുതുറ വിഭവങ്ങളും ഒരുക്കുന്നുണ്ട്. നോമ്പു തുറക്കാനുള്ള സമയമായെന്ന് അറിയിക്കാനായി പീരങ്കി മുഴക്കുന്ന അറബികളുടെ പാരമ്പര്യ രീതിയെ ഇപ്പോഴും നിലനിർത്തുന്നത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ്. കഴിഞ്ഞ വർഷം വരെ കോർണിഷിലെ പോസ്റ്റ് ഓഫീസ് അങ്കണത്തിലായിരുന്നു വെടിമുഴക്കിയിരുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് മോസ്ക് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദിന് സമീപമാണ് പീരങ്കി ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരമാകുമ്പോഴേക്ക് വിവിധ രാജ്യക്കാരായ സന്ദർശകർ പള്ളി അങ്കണത്തിലെത്തും. ബാങ്ക് വിളിക്കുന്നതോടെ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ വെടിമുഴക്കും. ആദ്യകാലത്ത് ബാങ്ക് കേൾക്കാത്ത ദൂരെ ദിക്കിലുള്ളവർക്ക് നോമ്പ് തുറക്കാൻ സമയമായെന്ന അറിയിപ്പായിട്ടാണ് വെടിമുഴക്കിയിരുന്നത്. ഈജിപ്തിൽ തുടങ്ങിയ ഈ രീതി പിന്നീട് അറബ് നാടുകളിലേക്കെല്ലാം വ്യാപിക്കുകയായിരുന്നു. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന പീരങ്കി പ്രയോഗം പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താനായി ധാരാളം സ്വദേശികളും ഇവിടെ എത്തുന്നുണ്ട്. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ. പുണ്യകാലം brought to you by സാറാസ്. സാറാസ്, കലർപ്പില്ലാത്ത കൈപുണ്യം. സാറാസ്. നാളത്തെ സുബഹി സമയം. സമാവ ട്രേഡിംഗ് ഇന്നത്തെ നോമ്പുതുറ brought to you by സമാവ ട്രേഡിംഗ്. സമാവ ട്രേഡിംഗ്, സമാവ യുവർ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ. ഏറ്റവും വലിയ വിമാന നിർമ്മാതാക്കളായ ബോയിങ് ഖത്തർ എയർവേസുമായി സഹകരണം ശക്തമാക്കുന്നു. അടുത്ത 3 വർഷത്തിനകം 21 വിമാനങ്ങളാണ് ഖത്തർ എയർവേസ് ബോയിങ്ങിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങുന്നത്. പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഖത്തർ എയർവേസ് വ്യോമഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ്. ഇതിനകം 777 വിമാനങ്ങൾ 40 എണ്ണമാണ് ബോയിങ്ങിൽ നിന്ന് ഖത്തർ എയർവേസ് സ്വന്തമാക്കിയത്. ഇതിനു പുറമെ 13 ഡ്രീം ലൈനർ വിമാനങ്ങളും ബോയിങ് ഖത്തർ എയർവേസിന് നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം 21 ഹൈടെക് 777 വിമാനങ്ങൾ കൂടി ബോയിങ്ങിൽ നിന്ന് വാങ്ങാനൊരുങ്ങുകയാണ് ഖത്തർ എയർവേസ്. ഈ ഇനത്തിൽ ഇതിനകം 280 ഓർഡറുകളാണ് ബോയിങ്ങിന് ലഭിച്ചത്. ആഗോളതലത്തിൽ 5 വിമാന കമ്പനികളാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. വ്യോമഗതാഗത രംഗത്ത് മേഖലയിൽ ആധിപത്യം നേടുന്ന ഖത്തർ എയർവേസ് അടുത്ത കാലത്ത് നിരവധി പുതിയ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1, ദോഹ. ന്യൂസ് 1 മിനിറ്റ്സ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.